സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നുള്ള ബി.ജെ.പിയുടെയും കേരള ഗവർണറുടെയും നിലപാടുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കോൺഗ്രസിൻ്റെയും ബി.ജെ.പിയുടെയും ആർ.എസ്.എസിൻ്റെയും ഓഫീസുകളാക്കി മാറ്റുന്ന തലത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്ന ഏകപക്ഷീയമായ ചാൻസലറുടെ തീരുമാനമാണ്, അതായത് ഗവർണറുടെ തീരുമാനമാണ് സർവകലാശാല വൈസ് ചാൻസലറായി അക്കാദമിക് മികവുള്ളവരെ ഒഴിവാക്കി നല്ല ശേഷിയുള്ള ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസ ചിന്തകരെ ഉൾപ്പെടെ ഒഴിവാക്കി ആർ.എസ്.എസിൻ്റെ നേതാക്കളെയും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഇപ്പോൾ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ UDF ബി.ജെ.പി ഓഫീസാക്കി വൈസ് ചാൻസലർമാരുടെ ഓഫീസുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാലിക്കറ്റിൽ കോൺഗ്രസ് സംഘടനാ നേതാവിനെ പി. രവീന്ദ്രനെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കോൺഗ്രസ് സംഘടനാ നേതാവ് തന്നെയായ M. ജുനൈദ് ബുഷറിനെയും നിയമിച്ചിരിക്കുകയാണ്. കഴിവോ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ ഗവർണർ ഇഷ്ടമുള്ളയാളെ തീരുമാനിക്കുന്നു എന്നല്ല, ഗവർണർക്ക് ഇഷ്ടമുള്ള ആർ.എസ്.കാരനെയും കോൺഗ്രസ്സുകാരനെയും തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ ഇപ്പോൾ റിട്ടയർ ചെയ്ത VP ജഗതി രാജിനെയാണ് നിയമിച്ചിരിക്കുന്നത്. കാലടി ശങ്കരാചാര്യ ശ്രീശങ്കര സർവകലാശാലയിൽ സംഘപരിവാർ നോമിനിയായ ഡോക്ടർ KK ഗീതാകുമാരിയെയും നിയമിച്ചിരിക്കുകയാണ്. ഇവരിലൂടെ സംഘപരിവാർ കോൺഗ്രസ് ആശയങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിലാണ് ഗവർണറുള്ളത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെ തകർക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കേരളത്തിലെ അക്കാദമിക സമൂഹമാകെ, പൊതുവായിട്ട് ജനങ്ങളാകെ വലിയ പ്രതിഷേധവുമായിട്ട് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് എന്നാണ് സർവകലാശാലയിലെ കാവ്യവൽക്കരണവുമായിട്ട് ഗവർണർ നടത്തുന്ന ശ്രമത്തിനെതിരായിട്ട് ഉയർന്നു വരണം എന്നുള്ള അഭിപ്രായമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്.